നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കണോ വേണ്ടോ എന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് എം.കെ. രാഘവൻ എം.പി. പുതിയ ഘടകകക്ഷികളെ സ്വാഗതം ചെയ്തതാണ് പൊതുവെ യു.ഡി.എഫ് നിലപാട്. ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ യു.ഡി.എഫിനെ വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറ്റുമെന്നും എം.കെ. രാഘവൻ മീഡിയ വണിനോട് പറഞ്ഞു. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും കോഴിക്കോട്ടെ ജനകീയ എം.പിയുമായ എം.കെ. രാഘവനാണ് നമ്മോടൊപ്പം ചേരുന്നത്. രാഘവട്ട, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാതിൽക്കലാണ്. എന്താണ് കേരളത്തിലെ യു.ഡി.എഫിന്റെ ഒരു സാധ്യതകൾ? ഒന്ന്, പൊതുവിൽ ജനങ്ങൾ ആകെ മാനസികമായി മടുത്തിരിക്കുകയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട ജനങ്ങളെ സംബന്ധിച്ച് അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ തീർച്ചയായും ആളുകൾ ഓരോരാളെയും കൃത്യമായി നിരീക്ഷിക്കുകയാണ്, ശരിക്കും പഠിക്കുകയാണ്, അവരുടെ ബോഡി ലാംഗ്വേജ് പോലും പഠിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ ഓരോ കാര്യങ്ങൾ ഓരോ തീരുമാനം എടുത്തിരിക്കും. അത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ യു.ഡി.എഫിലേക്ക് പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നൊരു, അല്ലെങ്കിൽ ആളുകളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇപ്പോൾ പി.വി. അൻവർ മുന്നണിയിലേക്ക് ഘടകകക്ഷി അല്ലെങ്കിൽ പോലും വന്നിട്ടുണ്ട് അസോസിയേറ്റ് മെമ്പറായിട്ട്. അദ്ദേഹത്തിന് ബേപ്പൂർ സീറ്റ് ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് എത്രത്തോളമാണ് അതിൻ്റെ ഒരു സാധ്യതകളൊക്കെ? അല്ല, എനിക്കതറിയില്ല. അത് പിന്നെ യു.ഡി.എഫ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചും സീറ്റുകളെ സംബന്ധിച്ചും അത്തരം ചർച്ചകളിൽ കടന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥാനാർത്ഥി ചർച്ചകളുമായി ബന്ധപ്പെട്ടൊന്നും ചർച്ചകൾ വന്നിട്ടില്ല. അപ്പോൾ ഈ ജോസ് കെ മാണി നിലവിലെ അധ്യായം അടഞ്ഞു എന്ന് കരുതുന്നില്ല. അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ പോലും എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം വരുന്നത് ഗുണം ചെയ്യൂ? അല്ല, ഇപ്പോൾ ഈ എല്ലാവരും കൂടിയാൽ കൂടുന്നൊരു ശക്തിയുണ്ട്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്, യു.ഡി.എഫിൻ്റെ അടിത്തറ വിപുലീകരിക്കും. ഇപ്പോൾ യു.ഡി.എഫിൻ്റെ അടിത്തറ ശക്തിപ്പെടുത്താനാണ് യു.ഡി.എഫ് ലീഡർഷിപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായി വരുന്നവരെ സ്വീകരിക്കും, ഒരു തർക്കം വേണ്ട. സുഗമമായിരിക്കോ ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയം? ഒരു സംശയം വേണ്ട. കാരണം അതിൻ്റെ അകത്തൊന്നും ഇനി തർക്കം ഉണ്ടാകേണ്ട കാര്യമില്ല. അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം എവിടെയും ഈ സാധാരണയിൽ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ തർക്കം ഉണ്ടാകുമായിരുന്നു. ഏത് സ്ഥാനാർത്ഥികളെ പടയുണ്ടാകുമായിരുന്നു. ഇത്തവണ അങ്ങനെയൊന്നുമില്ല. കാരണം ഒരു വർഷം മുമ്പ് ആലോചിച്ചു, പ്രാദേശികമായി തന്നെ എല്ലാം തീരുമാനിച്ചു, അവർ മേലോട്ട് അയച്ചു. അങ്ങനെയുണ്ടായ പ്രഖ്യാപനമാണ് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സ്ഥാനാർത്ഥി നിർണയം തൊട്ട് പറയുമ്പോൾ യു.ഡി.എഫിലെ ജനകീയ എം.പിമാരിൽ കോഴിക്കോട്ടെ ജനകീയനായ ഒരാളാണ് എം.കെ. രാഘവൻ. അദ്ദേഹത്തിൻ്റെ പേര് നിയമസഭയിലേക്ക് കേൾക്കാൻ സാധ്യത ഉണ്ടോ? എനിക്കതറിയില്ല. അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്, യു.ഡി.എഫ് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. എം.പിമാർ മത്സരിക്കുന്നത് അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് ഹൈക്കമാൻഡാണ് അവസാനമായി തീരുമാനിക്കേണ്ടത്. എവിടെ മത്സരിക്കണം, ആര് മത്സരിക്കണം, ആരൊക്കെ മത്സരിക്കണം, അതിനൊക്കെ നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന നിലക്ക് നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. അല്ല പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. അല്ല, അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ത് തീരുമാനിച്ചാൽ അതിൻ്റെ കൂടെ നിൽക്കാൻ ബാധ്യസ്ഥരാണല്ലോ. എം.പിമാർക്ക് മത്സരിക്കുന്നതിന് വല്ല തടസ്സങ്ങളോ അങ്ങനെ ഉണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നു അതെല്ലാവർക്കും ബാധകമാണ്. ഇത് എം.പിമാർ മത്സരിക്കണം തീരുമാനിച്ചാൽ അത് ബാധകമാണ്, മത്സരിക്കണം തീരുമാനിച്ചാൽ അത് ബാധകമാണ്. ആ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ വാക്കായിരിക്കും അവസാനത്തെ വാക്ക്. ആ കാര്യത്തിൽ വ്യക്തികൾക്ക് അതിൽ യാതൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല, എടുക്കുന്നതും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഈ മുന്നണിയിലേക്ക് അസോസിയേറ്റ് ഘടകകക്ഷിയായിട്ട് പി.വി. അൻവറിൻ്റെ കക്ഷി വരുന്ന കൂട്ടത്തിൽ തന്നെ വന്ന ഒരാളാണ് സി.കെ. ജാനു. ഇവരെയും നല്ല രീതിയിൽ അക്കോമഡേറ്റ് ചെയ്യുമോ? എന്താണ്? അല്ല, അതെല്ലാം യു.ഡി.എഫ് ലീഡർഷിപ്പാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനം യു.ഡി.എഫ് ലീഡർഷിപ്പാണ്. യു.ഡി.എഫിലെ ഘടകകക്ഷി എല്ലാം ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധ്യത അനുസരിച്ചായിരിക്കും തീരുമാനം ഉണ്ടാവും. തീർച്ചയായും. എന്തായാലും എം.കെ. രാഘവൻ എം.പി ആണ് നമ്മോടൊപ്പം ചേർന്നത്. അദ്ദേഹം പറയുന്നത്, ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, വലിയ വിജയം യു.ഡി.എഫിനുണ്ടാകും. ആളുകൾ മടുത്തിരിക്കുകയാണ് നിലവിലെ ഭരണത്തിൽ. അതോടൊപ്പം തന്നെ ഈ പുതിയ ഘടകകക്ഷികൾ ആര് വന്നാലും സ്വീകരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുക. മറ്റ് കാര്യങ്ങളെല്ലാം യു.ഡി.എഫിൻ്റെ നേതൃത്വവും AICC നേതൃത്വവുമാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ടി അനീസ് അലി, മീഡിയ 1, കോഴിക്കോട്.